എല്ലാവർക്കും നമസ്കാരം. സുഖമാണോ? ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ സന്തോഷം. അതെ, ഇന്ന് നവംബർ 26 ബുധനാഴ്ചയാണ്. നിങ്ങൾ എവിടെയാണെങ്കിലും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നിങ്ങൾ കാണുന്നതുപോലെ ഇന്ന് ജെയിൻ കൂടെയില്ല. അവൾ ഇളയ മകൾക്കൊപ്പം ബ്രിസ്റ്റോളിലാണ്. അവർ എല്ലാവരും ബ്രിസ്റ്റോൾ തിയേറ്ററിൽ റിവർ ഡാൻസ് കാണാൻ പോവുകയാണ്. ഇതൊരു ഐറിഷ് ഡാൻസാണ്. ടാപ്പ് ഡാൻസിംഗ് പോലെ, പക്ഷേ സംഗീതത്തോടു കൂടിയത്. അവൾ വളരെ മുൻപേ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. അതിനാൽ എല്ലാ പെൺകുട്ടികളും, എന്റെ 2 പെൺമക്കളും, എന്റെയും ഇളയ മകളുടെ ഭർത്താവിന്റെ അമ്മയും ഇത് ഞങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്കറിയില്ല. അവർ എല്ലാവരും ഇന്ന് രാത്രി അത് കാണാൻ പോവുകയാണ്. അതുകൊണ്ട് അവൾ ഇന്ന് രാത്രി എന്റെ മകളുടെ കൂടെ തങ്ങും. അങ്ങനെ മിസ്റ്റർ റെഡ് ഇന്ന് നായുമായി വീട്ടിൽ തനിച്ചാണ്. അതുകൊണ്ട് നല്ല വാർത്ത, എനിക്ക് നിങ്ങളുടെ കൂട്ടെങ്കിലും കിട്ടിയല്ലോ. എന്തായാലും ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന വിഷയം ഒഴുകുന്ന വെള്ളം കെട്ടിനിൽക്കില്ല എന്നതാണ്. ഇന്ന് എന്തുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുത്തത്? നിങ്ങൾക്ക് അറിയാമോ ഇല്ലയോ? എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും, അതായത് എല്ലാ 2 ആഴ്ചയിലൊരിക്കലുള്ള ബുധനാഴ്ചയും ഞാൻ ബാർബർ ഷോപ്പിൽ പോകാറുണ്ട്. കഴിഞ്ഞ 4 വർഷമായി ഞാൻ ഉപയോഗിക്കുന്ന ഗ്ലോസ്റ്ററിലെ ഒരു ടർക്കിഷ് ബാർബർ ഷോപ്പാണത്. എല്ലാ ആഴ്ചയും ഞാൻ എന്റെ താടി ട്രിം ചെയ്യാറുണ്ട്. എല്ലാ ആഴ്ചയും മുടി വെട്ടില്ല, കാരണം എനിക്ക് അധികം മുടിയില്ല. പക്ഷേ ഇത്തവണ താടി ട്രിം മാത്രമായിരുന്നു. നിങ്ങൾക്ക് കാണാമല്ലോ. ഞാൻ അവിടെയുള്ള ടർക്കിഷ് യുവാവുമായി സംസാരിക്കുകയായിരുന്നു. എന്റെ ഏതാണ്ട് അതേ പ്രായമുള്ളയാൾ. ഒരുപക്ഷേ എന്നേക്കാൾ കുറച്ച് വയസ്സ് കുറവ്. ഞങ്ങൾ കുടുംബകാര്യങ്ങളെക്കുറിച്ചും ക്രിസ്മസിന് എന്തു ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുമെല്ലാം സംസാരിക്കുകയായിരുന്നു. ഞാൻ എന്തു ചെയ്യുന്നു എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വിരമിച്ചയാളാണ്. എങ്കിലും മറ്റു ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ക്രിസ്മസ് മാർക്കറ്റുകളിലും ടീ റൂമുകളിലുമൊക്കെ ഞാൻ സഹായിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിശ്ചലമായ വെള്ളം കെട്ടിനിൽക്കും. അത് വളരെ രസകരമായി തോന്നി. നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് നിർത്തുമ്പോൾ കാര്യങ്ങൾ മോശമാവാൻ തുടങ്ങുമല്ലോ. അതായത്, ചലിക്കാത്ത വെള്ളം കെട്ടിക്കിടക്കും. അങ്ങനെയാണ് ഞാൻ ഓൺലൈനിൽ ഒഴുകുന്ന വെള്ളം കെട്ടിനിൽക്കില്ല, ഇത് ബിസിനസ്സുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒന്ന് നോക്കിയത്. അത് ശരിക്കും രസകരമായിരുന്നു. തുടർച്ചയായി കാര്യങ്ങൾ ചെയ്യുന്നത് എന്നെ ശാരീരികമായും മാനസികമായും സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ മാതാപിതാക്കൾ ഇപ്പോഴും കൂടെയുണ്ടെന്നത് എന്റെ ഭാഗ്യമാണ്. എന്റെ അച്ഛൻ ഇപ്പോൾ 88 വയസ്സുണ്ട്. സത്യത്തിൽ മെയ് മാസത്തിൽ 89 ആകും. അദ്ദേഹം ഇപ്പോഴും വളരെ സജീവമാണ്. എല്ലാ ദിവസവും, എത്ര മോശം കാലാവസ്ഥയാണെങ്കിലും, നായയും കൂട്ടി കുറച്ച് മൈലുകൾ നടക്കും. എന്റെ അമ്മ ഏതാണ്ട് ഇപ്പോഴും ഞങ്ങളോടൊപ്പമുണ്ട്. അവർ മാനസികമായി വളരെ സജീവമാണ്. മാനസികമായി എപ്പോഴും ഉണർവോടെ ഇരിക്കാൻ അവർ കഠിനമായി പരിശ്രമിക്കുന്നു. നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണിത് എന്ന് ഞാൻ കരുതുന്നു. മാനസികമായും ശാരീരികമായും സജീവമായിരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ദീർഘവും ഫലപ്രദവുമായ ജീവിതം നയിക്കാൻ സാധിക്കും. ബിസിനസ്സിലും സജീവമായിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. ഒഴുകുന്ന വെള്ളം കെട്ടിനിൽക്കില്ല എന്നതിന്റെ പ്രാധാന്യം, അതിന്റെ ബിസിനസ് പശ്ചാത്തലം എന്നിവയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ബിസിനസ്സിനായുള്ള ഈ രൂപകം ദീർഘകാല വിജയം ഉറപ്പാക്കുന്നതിനും തകർച്ച ഒഴിവാക്കുന്നതിനും വേണ്ടിയുള്ള തുടർച്ചയായ വളർച്ച, നവീകരണം, മാറ്റം എന്നിവയെക്കുറിച്ചാണ്. നിശ്ചലമായ വെള്ളം പോലെ കെട്ടിക്കിടക്കുന്നത് പ്രശ്നങ്ങൾ അടിഞ്ഞുകൂടുന്നതിനും ആത്യന്തികമായി പരാജയത്തിലേക്കും നയിക്കും. അതേസമയം ചലനവും ഒഴുക്കും ഊർജ്ജസ്വലതയും പൊരുത്തപ്പെടുത്തലിനെയും പ്രതിനിധാനം ചെയ്യുന്നു. ഇവ രസകരമായ കാര്യങ്ങളല്ലേ? എന്റെ ലൈവുകളിൽ സ്ഥിരതയെക്കുറിച്ചും സ്ഥിരോത്സാഹത്തെക്കുറിച്ചും ഇവയെല്ലാം ബിസിനസ് വിജയത്തിന് എങ്ങനെ സഹായിക്കുന്നു എന്നതിനെക്കുറിച്ചും നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ബിസിനസ്സിനെക്കുറിച്ച് പറയുമ്പോൾ അത് ഓൺലൈനിലും ഓഫ്ലൈനിലും ബാധകമാണ്. മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ പോകുന്ന ബിസിനസ്സിന്റെ ആ ഭാഗങ്ങൾ ചെയ്യുന്നവരാണ് നിങ്ങളുടെ വിജയത്തിൽ വ്യത്യാസം വരുത്തുന്നത്. ചെറിയ കാര്യങ്ങൾ. എന്റെ അടുത്ത ലൈവുകളിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം അതാണ്. ബിസിനസ്സിലെ വിജയത്തിന് മാറ്റമുണ്ടാക്കുന്ന ആ ചെറിയ കാര്യങ്ങളെക്കുറിച്ച്. എന്നാൽ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒഴുകുന്ന വെള്ളം കെട്ടിനിൽക്കില്ല എന്നതിനെക്കുറിച്ചാണ്. പ്രധാന ബിസിനസ് വ്യാഖ്യാനങ്ങളിൽ ഈ രൂപകം സൂചിപ്പിക്കുന്നത് തുടർച്ചയായ മെച്ചപ്പെടുത്തലും നവീകരണവും ബിസിനസ്സിന് സഹായകമാണെന്നാണ്. ഒരു ചലനാത്മക വിപണിയിൽ പ്രസക്തമായി നിലനിൽക്കാൻ വേണ്ടി അവരുടെ പ്രോസസ്സുകൾ, ഉൽപ്പന്നങ്ങൾ, തന്ത്രങ്ങൾ എന്നിവ നിരന്തരം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. നിങ്ങൾ എന്നെപ്പോലെ കുറച്ചുകാലമായി ബിസിനസ്സിൽ ഒരു പങ്കാളിയായി ഞങ്ങളോടൊപ്പമുണ്ടെങ്കിൽ
ഈ രൂപകം ഞങ്ങൾക്ക് വളരെ സത്യമാണെന്ന് നിങ്ങൾക്കറിയാം. ഞങ്ങൾ വെറുതെ നിന്നിട്ടില്ല, കെട്ടിക്കിടന്നിട്ടില്ല, വാസ്തവത്തിൽ നേരെ വിപരീതമാണ്. ഈ സ്ഥിരമായ പരിണാമത്തെ ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. നവീകരണമില്ലെങ്കിൽ ഒരു കമ്പനി പുതിയ ആശയങ്ങളും പുതിയ സാങ്കേതികവിദ്യയും ബിസിനസ് മോഡലിൽ ഉൾക്കൊള്ളുന്ന കൂടുതൽ വിവേകമുള്ള മറ്റൊരു കമ്പനിക്ക് പിന്നിലാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തുടർച്ചയായി മെച്ചപ്പെടുത്തുന്നതും നവീകരിക്കുന്നതും വളരെ പ്രധാനമായത്. കൂടാതെ ഇത് സാമ്പത്തിക അർത്ഥത്തിൽ പണത്തിന്റെ ഒഴുക്കിനും മൂലധനത്തിന്റെ ചലനത്തിനും സഹായിക്കുന്നു. ബിസിനസ് ഇക്കോസിസ്റ്റത്തിലൂടെ പണം ഒഴുകേണ്ടതുണ്ട്. നിക്ഷേപിക്കുകയും പുനർനിക്ഷേപിക്കുകയും ചെയ്യുന്നതിലൂടെ ബിസിനസ്സിനുള്ളിൽ ചിലപ്പോൾ കുടുങ്ങിപ്പോകുന്ന ആ നിശ്ചലമായ മൂലധനത്തെ ഇത് സഹായിക്കുന്നു. ഇത് വികസനത്തിനും പങ്കാളിത്തത്തിനും സഹായകമാണ്. വെള്ളം ശുദ്ധമായി നിലനിർത്താൻ ചലനം ആവശ്യമുള്ളതുപോലെ ആളുകൾക്ക് ഒരു ബിസിനസ്സിനുള്ളിൽ വ്യക്തിപരവും തൊഴിൽപരവുമായ വളർച്ചയ്ക്ക് അവസരങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് ആഷ് വിക്ടറി വിത്ത് ആഷിനൊപ്പമല്ല പ്രധാന ബിസിനസ്സിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എല്ലാം ഒറ്റയടിക്ക് നൽകില്ല എന്ന് പറഞ്ഞത്. നമുക്ക് ഒരു കാര്യം, പിന്നെ മറ്റൊന്ന്, പിന്നെ മറ്റൊന്ന് എന്നിങ്ങനെ നൽകും. ആ പങ്കാളിത്തം നിലനിർത്താൻ കൂടുതൽ കാര്യങ്ങൾ നൽകുന്നതിലൂടെയുള്ള ഈ തുടർച്ചയായ വ്യക്തിഗത വളർച്ച ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇത് തീർച്ചയായും നമ്മളുടെ ജീവനക്കാരുടെ വികസനത്തിനും പങ്കാളിത്തത്തിനും സഹായിക്കുന്നു. ഇത് നമുക്ക് കാണാൻ സാധ്യതയുള്ള താൽപ്പര്യമില്ലായ്മ, മനോവീര്യം കുറയൽ തുടങ്ങിയ കാര്യങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കുന്നു. ഏതൊരു ബിസിനസ്സിനും വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെ ഇവ. പങ്കാളിത്തത്തിന്റെ തുടർച്ച നിലനിർത്തുക, അതുപോലെ ബിസിനസ് മോഡലിലേക്ക് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക. മുന്നോട്ട് പോകുമ്പോൾ പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെ അത് വളരെ പുതുമയുള്ളതായി നിലനിർത്തുന്നു. അതിലൂടെ ബിസിനസ്സിൽ നമ്മൾ സജീവമായി തുടരുന്നു. ഇത് ബിസിനസ്സിന്റെ തന്ത്രപരമായ ഭാഗമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഭാവിയിൽ ഇത് സംഭവിക്കാൻ പോവുകയാണ്. വ്യക്തമായും വിപണിയിലെ പൊരുത്തപ്പെടുത്തൽ ഒഴുകുന്ന വെള്ളം എന്ന തന്ത്രത്തിന്റെ ഭാഗമാണ്. സാങ്കേതികവിദ്യ, ഉപഭോക്തൃ ആവശ്യങ്ങൾ, നിയന്ത്രണങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ബിസിനസ് അന്തരീക്ഷം എല്ലായ്പ്പോഴും സ്ഥിരമായി മാറിക്കൊണ്ടിരിക്കുന്നു. കാലക്രമേണ എല്ലാം മാറുന്നു. ഈ ഒഴുക്കിനെ ചെറുക്കുകയും ഈ തന്ത്രങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ വരികയും ചെയ്യുന്ന കമ്പനികൾ കെട്ടിക്കിടക്കുകയും ആത്യന്തികമായി പരാജയപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് പുതിയതെന്താണ്, പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണ്, അത് നിങ്ങളുടെ കമ്പനിയെ എങ്ങനെ ഉൾക്കൊള്ളുന്നു, അതിനു ചുറ്റും എന്ത് സംഭവിക്കുന്നു എന്നതിൻ്റെയെല്ലാം സ്പന്ദനം അറിയേണ്ടത് പ്രധാനമായത്. ഇതിനെല്ലാം മുകളിൽ നിൽക്കാൻ ഒരു തന്ത്രം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കെട്ടിക്കിടക്കുകയില്ല, തീർച്ചയായും പരാജയപ്പെടുകയുമില്ല. വ്യക്തമായും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത് വാണിജ്യ കെട്ടിടങ്ങളിലെ ജലസംവിധാനങ്ങളുടെ അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥത്തിനും സഹായകമാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളം വ്യക്തമായും അനാരോഗ്യകരമായ ആശയങ്ങൾ വഹിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായും പുതിയതായി നിലനിർത്തുകയും ആ വിപണി മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനമായത്. അതുകൊണ്ട് ചുരുക്കത്തിൽ ഈ പഴഞ്ചൊല്ല് ഒരു നിർണായകമായ ആരോഗ്യകരമായ ബിസിനസ്സിന്റെ പ്രവർത്തനത്തെയും പുരോഗതിയെയും അതിജീവനത്തെയും എടുത്തുകാണിക്കുന്നു. അതേസമയം അലസതയും മാറ്റത്തോടുള്ള എതിർപ്പും ദോഷകരമാണ്. വെള്ളത്തിന്റെ ഒഴുക്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ആവശ്യമല്ല. ഈ ഒഴുക്ക് നമ്മളുടെ ഉള്ളിലും ഉണ്ടാകണം എന്ന് ഞാൻ കരുതുന്നു. കാര്യങ്ങൾ പുതുമയോടെ നിലനിർത്തേണ്ടത് ഈ നിമിഷത്തിൽ വളരെ പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു. നമ്മളുടെ സ്വന്തം ബിസിനസ്സിലേക്കും ആളുകളുമായി ആശയവിനിമയം നടത്തുന്ന രീതിയിലേക്കും പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. പങ്കാളിത്തം നിലനിർത്തുന്നതും ഒഴുകുന്ന വെള്ളം എന്ന നമ്മുടെ ഉപമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മികവ് പുലർത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതും വളരെ പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ഇത് സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ സിഒ ആഷ് മഫാറയ്ക്കൊപ്പം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വിജയത്തിന് വളരെ നല്ല സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് എന്റെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. വളരെ ചെറുതും മധുരവുമാണ്. പക്ഷേ ഞാൻ മേശപ്പുറത്ത് കൊണ്ടുവരാൻ പോകുന്ന വിഷയങ്ങളിൽ ഒന്ന് ശ്രദ്ധാലുവാക്കുക എന്നതാണ്. അതിനാൽ അതിനായി ശ്രദ്ധിക്കുക. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദമായി സംസാരിക്കും. എന്റെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ വിട. ഈ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും നന്ദി. സത്യസന്ധമായ വാർത്തകൾ വേഗത്തിൽ ലഭിക്കാൻ വിക്ടറി വിത്ത് ആഷ് കേരള എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുക, ഷെയർ ചെയ്യുകയും ചെയ്യുക.